അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 2 ദിവസം മുൻപ് വരെ ഓർമ്മ ഉണ്ടായിരുന്നു ഈ കാര്യം. കറക്റ്റ് ദിവസമായപ്പോൾ മറന്നുപോയി. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഫോൺ എടുത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഡേറ്റ് നോക്കിയപ്പോഴാണ് കാണുന്നത് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ എന്ന്. അപ്പോൾ ചെറിയൊരു വിഷമൊക്കെ ആയി. കാരണം എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞാനും ചേട്ടനും അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. വലിയ രീതിയിൽ ആഘോഷിച്ചില്ലെങ്കിലും ഞങ്ങളുടേതായ രീതിയിൽ കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൈമാറാറുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യണത്. സേമിയ മാത്രം വെച്ചിട്ട് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ അമ്മയെ പറഞ്ഞ് ചൊവ്വരിയും കൂടി ആഡ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിളച്ച് വന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിലേക്ക് ചൊവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചൊവ്വരി ഏകദേശം വെന്ത് വന്ന സമയത്ത് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ മൂപ്പിച്ചിട്ട് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഫുള്ളായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതുകൊണ്ടാണ് എല്ലാവർക്കും ഉള്ള പായസം വിളമ്പിയത്. അപ്പോൾ അതാ ചേട്ടനുള്ള പായസമായിട്ട് ഞാൻ പോകും. വീട്ടിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്ത കാരണം ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരി മേടിച്ചോണ്ട് പോയാൽ നല്ലൊരു വെഡിങ് ആനിവേഴ്സറി പായസം ഉണ്ടാക്കി തരാം. അപ്പോൾ അതാ ചേട്ടൻ പായസം കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല